എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 2 സങ്കീർത്തനം 12 വാക്യം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ അധികാരത്തിന് എല്ലാവരും കീഴ്പ്പെടണമെന്നുള്ള ആഹ്വാനമാണ് ഈ വാക്യത്തിൽ കാണുന്നത്. പുത്രനെ ചുംബിപ്പീൻ എന്ന പദത്തിന് വിറയലോടെ അവൻ്റെ പാദങ്ങളെ ചുംബിപ്പീനെന്നും അവനിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുവീനെന്നും അർത്ഥമുണ്ട്. അവൻ്റെ അധികാരത്തെ അംഗീകരിക്കാത്തവർക്കെതിരെ കോപം ജ്വലിക്കുമെന്നും അവനിൽ ആശ്രയം കണ്ടെത്തുന്നവരെ അവൻ സംരക്ഷിക്കുമെന്നും സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുരാതന കാലങ്ങളിൽ തോൽപ്പിക്കപ്പെടുന്ന രാജാക്കന്മാർ പ്രാണരക്ഷയ്ക്ക് വേണ്ടി ജേതാക്കളായ രാജാക്കന്മാരുടെ പാദങ്ങളെ ചുംബിക്കുന്ന പതിവുണ്ടായിരുന്നു. രാജാവിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നതിൻ്റെ അടയാളം. പ്രിയ സ്നേഹിതരെ, രാജാതിരാജാവും കർത്താവുമായ ക്രിസ്തുവിനെ നമുക്ക് അംഗീകരിക്കാം. അവനിൽ തന്നെ ശരണം പ്രാപിക്കാം. അവൻ്റെ കോപം നമ്മൾ ജ്വലിക്കാതിരിക്കുവാൻ അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം.